CMന്റെ പ്രസ് മീറ്റ് അറ്റൻഡ് ചെയ്ത ഗോപാൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗോപാൽ, വനനിയമ ഭേദഗതി എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്നതിൻ്റെ ഒരു വിശദീകരണം CM അവിടെ നടത്തി. അതിനപ്പുറത്തേക്ക് PV അൻവറിൻ്റെ പുതിയ നീക്കങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ, CM ഏറ്റവും പുതുതായി CMന്റെ വാഴ്ത്തുപാട്ട്, ഒപ്പം ഈ ഗോപൻ സ്വാമിയുടെ സമാധി തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം മുഖ്യമന്ത്രി ഇന്ന് പതിവിന് വിപരീതമായി എല്ലാ വിഷയവും അറ്റൻഡ് ചെയ്ത് പോകുന്നതുകൂടി നമ്മൾ കണ്ടു. ഈ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലും വിഷയങ്ങളിലുമെല്ലാം മുഖ്യമന്ത്രിയുടെ ഒരു വിശദീകരണം, പ്രതികരണം എങ്ങനെയായിരുന്നു? സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ സമീപകാലത്തായി സംസ്ഥാനത്ത് കത്തി നിൽക്കുന്ന പല വിഷയങ്ങളിലും മറുപടി പറഞ്ഞതിന് ശേഷം മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു പോയത്. അതിലും പല വിഷയങ്ങളും വളരെ സരസമായി ചിരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു. ഈ വനം ഭേദഗതി ബില്ലിന്റെ വിഷയം കഴിഞ്ഞതിന് ശേഷം നേരെ അദ്ദേഹം പോയത് UGC കരട് നയവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. UGC നയത്തെ നേരത്തെ അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പുകളിലാണെങ്കിലും അദ്ദേഹത്തിന്റെ പൊതു സമ്മേളനങ്ങളിലാണെങ്കിലും അദ്ദേഹം ഇന്നലെ കുസാറ്റിൻ്റെതായി നടത്തിയ ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിലടക്കം അദ്ദേഹം ഈ UGC കരട് നയം പൂർണ്ണമായും എതിർക്കുമെന്നും സംസ്ഥാനത്തിന്റെ സർവകലാശാലകളുടെയും സ്വതന്ത്ര നയങ്ങളുടെയും അവകാശങ്ങളെയും ഹരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുവെന്ന് അത് അംഗീകരിക്കുകയില്ല എന്നുമുള്ള നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു. അതേ നിലപാട് തന്നെയാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കേന്ദ്രത്തിന് ഇഷ്ടപ്പെട്ടവരെ ചാൻസലർമാരായും വൈസ് ചാൻസലർമാരായും സർവകലാശാലകളിൽ നിയമിക്കാനുള്ള ഒരു നയമാണ് ഇപ്പോൾ ഉള്ളത്. സംസ്ഥാനം ഫണ്ട് ചെലവാക്കി നടത്തുന്ന സംസ്ഥാന സർവകലാശാലകൾ ഞങ്ങൾ ഭരിച്ചുകൊള്ളാം എന്ന തരത്തിലേക്കുള്ള നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കാട്ടിക്കൊണ്ട് കേന്ദ്രത്തിന് രേഖാമൂലം കത്ത് തന്നെ നൽകിയിട്ടുണ്ട്. അതിൽ പ്രതിപക്ഷവുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാരിൻ്റെതായി ഉള്ളത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ PV അൻവറിന്റെ വിവിധ ആരോപണങ്ങൾ, അതായത് P ശശി, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശിക്കെതിരെ ഉയർന്നു വന്ന ആരോപണം, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിന്റെ എതിരായി അൻവർ ഉന്നയിച്ച ആരോപണം, ഇതിലെല്ലാം മുഖ്യമന്ത്രി മറുപടി പറയുകയുണ്ടായി. തന്റെ ഓഫീസിൽ നിന്ന് അത്തരം ഒരു പ്രവർത്തനങ്ങളും ഉണ്ടാകില്ല എന്നും ആ വിഷയത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കൂടാതെ വാഴ്ത്തുപാട്ട്, ഇന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവാദമായിരുന്നു വാഴ്ത്തുപാട്ടിൽ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സരസമായി ആണ് അദ്ദേഹം പ്രതികരിച്ചത്. സമീപകാലത്തായി തനിക്കെതിരെ ഉയർന്നു വരുന്ന വലിയ ആക്ഷേപങ്ങൾ, വലിയ കുറ്റങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലൊരു സാഹചര്യം ഗോപാൽ സൂചിപ്പിച്ചതുപോലെ UGC കരടിൽ അദ്ദേഹത്തിന്റെ വിമർശനം ആവർത്തിക്കുന്നു. ഒപ്പം PV അൻവർ ഉൾപ്പെടെയുള്ള വാഴ്ത്തുപാട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം പ്രതികരണം നടത്തിയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്.